ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് എവിടെ പോണേ? അമ്പലത്തിൽ. ഏതമ്പലത്തിലെ? ചെങ്ങമ്മനാട്. സനു പറഞ്ഞ പോലെ ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോവാണ്. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ചെങ്ങമ്മനാട് മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. അപ്പം 2-3 ദിവസമൊക്കെ ഞങ്ങൾ പോയിരുന്നു. ഇന്നലെയൊക്കെ പോയി. അപ്പം ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. അപ്പം ഇന്ന് പോകണം. അപ്പം അതാണ് സനു ഇന്ന് അങ്കനവാടിയിൽ പോണില്ല. അപ്പം ഇത് ഞങ്ങൾ റെഡിയാവാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അമ്പലത്തിലെത്തി. ഇതാണ് കേട്ടോ ഫ്രണ്ട്. നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ലൈറ്റുകളൊക്കെ ഇട്ടേക്കുന്നത് വളരെ കുറവായിരുന്നു. അല്ലെങ്കിൽ പന്തൽ പോലെ ലൈറ്റ് ഇടാറുണ്ട്, അതൊക്കെ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഇന്ന് തീരുന്ന ദിവസമായത് കൊണ്ട് തന്നെ ഇന്ന് നല്ല തിരക്കുണ്ടാവുമെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. പക്ഷേ സൺഡേ ആയിരുന്നു കേട്ടോ കൂടുതൽ തിരക്കുണ്ടായിരുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഉമാമഹേശ്വരൻ്റെ ഈ പടം വരച്ച് വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഇത് ഉണ്ടായിരുന്നു. മാറ്റി മാറ്റി ഓരോ ദിവസം ഓരോ ചിത്രങ്ങളുണ്ടായിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോഴാണ് കേട്ടോ അവരിത് വരച്ച് വെക്കാറ്. അവിടെ കുറച്ച് നേരം നിന്നതിന് ശേഷം നേരെ ഞങ്ങൾ പൂരം കാണാൻ വേണ്ടി പോയി. ആദ്യം തന്നെ പൂരം നടത്തിയത് അമ്പലത്തിൻ്റെ ബാക്ക് വശത്തായിരുന്നു. അവിടെ കുറച്ചധികം നേരം നിന്ന് നടത്തിയതിന് ശേഷമാണ് ഫ്രണ്ടിലേക്ക് വന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ ബാക്കിലോട്ട് പോയി അവിടെ നിന്ന് കുറച്ച് നേരം കണ്ടു. നല്ല വെയിലായിരുന്നു കേട്ടോ. നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല ചൂടുള്ള വെയിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പൂരം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ വെയിലിൻ്റെ ചൂട് അതികഠിനമായി വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ട് മാറി നിന്ന് കണ്ടു കേട്ടോ. കാരണം പിള്ളേരൊന്നും നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൊണ്ട് നീങ്ങി നിന്നിട്ട് തണലത്ത് പോയിന്ന് കുറച്ച് നേരം കണ്ടു. കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സാനു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കസേര വേണമെന്ന്. കസേരയൊക്കെ ഫുള്ളായിരുന്നു കേട്ടോ. ആൾക്കാരൊക്കെ താഴെയൊക്കെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് അപ്പോൾ സാനു ഇങ്ങനെ കിടന്ന് പറയുന്ന കേട്ടപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു മുത്തശ്ശി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു വാ മുള്ളത് എൻ്റെ അടുത്ത് ഇരിക്കാന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ചിരുത്തി കേട്ടോ. പക്ഷെ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. പക്ഷെ ആളെവിടെ ഇരിക്കാൻ, അവളിങ്ങനെ ചുമ്മാ അവരെന്നൊക്കെ പറയുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് വട്ടമൊക്കെ കറങ്ങി കളിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ശിവുവിന് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ മോരും വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളത് കുടിക്കാമെന്ന് കരുതി ചെന്നതാണ്. ശിവു അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ആശ്വാസമായിരുന്നു കേട്ടോ ആ സമയത്ത് ആ വെള്ളം കിട്ടിയപ്പോൾ തോന്നിയത്. കാരണം അതിന് മാത്രം ചൂടുണ്ടായിരുന്നു. വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറന്നിറക്കാൻ വേണ്ടിയിട്ട് ചീട്ടെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം പൂരം നടന്നത് ബാക്കിലായിരുന്നു. ഇനി അത് പതുക്കെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിത് 2 കസേര കിട്ടിയപ്പോൾ അവിടെ കയറിയിരുന്നു. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം പൂരം കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കയറി വന്നപ്പോൾ അവിടെ അന്ന് ചെണ്ടമേളമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് എല്ലാവർക്കും എഴുന്നേൽക്കേണ്ടി വന്നു. എന്നിട്ട് ഞങ്ങൾ വേറെ സ്ഥലത്ത് മാറി നിന്നിട്ടാണ് കേട്ടോ കണ്ടത്. അപ്പോഴത്തേക്കും തിരക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു. കണ്ടോ എന്തോരം ജനങ്ങളാണെന്ന് നോക്കിക്കേ. കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ശിവു ഇടയാൻ തുടങ്ങി. ആളിത് ചെറിയ രീതിയിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. സനു പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആളിത് ഷാളുമ്പോൾ പണിതിരിക്കലായിരുന്നു. ഞാനിന്ന് സാരി എടുത്തത് കണ്ടപ്പോൾ സനുവിനും സാരി വേണമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് ആ ഷോളൊക്കെ ഇടിപ്പിച്ചു. പക്ഷേ ഏത് നേരം കൈ ഷോളുമ്പോൾ തന്നെയായിരുന്നു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഷോൾ ഇടണ്ടെന്നൊക്കെ പറഞ്ഞ് വാശിയായി. അങ്ങനെ പിന്നെ ഞാനത് അഴിച്ചു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. നല്ല ക്യൂ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ക്യൂ നിൽക്കേണ്ട വന്നില്ല. കാരണം പിള്ളേരുള്ളവർക്ക് അവർ വേഗം ഫുഡ് തരുമായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. എനിക്ക് പായസമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാമ്പാറും പുഴുക്കും അവിയലും അച്ചാറും ഒക്കെ ആയിരുന്നു. ഞങ്ങളുടെ കൂടെ 2-3 നെയ്ബേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും സാനുവും ആദ്യം തന്നെ ഫുഡ് കഴിച്ചതുകൊണ്ട് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അമ്മയും ശിവും അതിന് മുമ്പേ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശിവു ഭയങ്കരമായിട്ട് കരഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ആദ്യം ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും കഴിച്ചു. ഞങ്ങളും കഴിച്ചിട്ട് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് നേരം സനു എൻ്റെ അടുത്ത് അടങ്ങി ഒതുങ്ങിയിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പോയി കളിക്കുകയാണ്. അവൾക്ക് ഇതിൽ കൂടെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആളിത് അവിടെ പോയി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളങ്ങനെ നടക്കുന്ന കണ്ടപ്പോൾ 2-3 പിള്ളേരും കൂടി വന്നിട്ട് ആളുടെ കൂടെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ചേച്ചിമാരെ ഫുഡ് കഴിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് വിളിച്ചു നോക്കി. അപ്പോൾ അവർ ഇതുവരെ കഴിച്ചിട്ടില്ല, കഴിക്കാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. സനുവിനപ്പോൾ ആന വരുന്നത് കണ്ടപ്പോൾ അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 പേർക്ക് ആനേനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങി. അപ്പോൾ ഇറങ്ങാൻ നേരത്തെ ചേട്ടനെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളപ്പോഴത്തേക്ക് ഓട്ടം കഴിഞ്ഞ് വന്നു. അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങളൊരു ഐസ്ക്രീം കഴിക്കാൻ കരുതി പോയി. സാനുവിനും ശിവനും കുറേ കാലമായിട്ട് കോൾഡായിരുന്നു. അപ്പം ഐസ്ക്രീം അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ ഇന്ന് കൊടുത്തേക്കാന്ന് കരുതിയിട്ട് ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. കരിക്കിൻ്റെ ഐസ്ക്രീമാണ് കേട്ടോ വാങ്ങിച്ചത്.
ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് വളയും കാര്യങ്ങളൊക്കെ നോക്കാൻ നേരത്തെ പെട്ടിക്കടയിൽ വന്നു. അവിടെ നിന്ന് കുറച്ചധികം കളിപ്പാട്ടങ്ങളും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഞാൻ ചേട്ടനെ വിളിച്ചു. അപ്പോൾ ആൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു, ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ ചേട്ടൻ അങ്ങനെ വന്നു. ഞങ്ങളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റ ബൈ ബൈ.